നമ്മുടെ പുസ്തകത്തിൽ ഗ്രാമത്തിലെ ചില പ്രധാനികളെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നുണ്ട്. അതിൽ ദുരൈപ് റൈറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിച്ച മനോഹരമായ ഒരു വീടാണിത്. ഈ വീട്ടിലാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഒരു 26 വയസ്സ് ആകുന്നത് വരെ ഇലക്ട്രിസിറ്റി ഉള്ള ഒരു വീട് ഇത് മാത്രമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റെല്ലാം സജീവമായി വന്ന കാലത്ത് ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട്. ഈ ഉമ്മറുണ്ടല്ലോ, ഇതിൻ്റെ ഈ ഉമ്മറം, ഇത് മനോഹരമായ പൂക്കളെ കൊണ്ട് നിബിഡമായിരുന്നു. ഇത് വ്യത്യസ്തങ്ങളായ റോസാപ്പൂക്കളും മറ്റു പുഷ്പങ്ങളുമെല്ലാം തന്നെ നിറഞ്ഞ മനോഹരമായ ഒരു പാടിമുറ്റമായിരുന്നു, ഒരു കോട്ടേഴ്സ് മുറ്റമായിരുന്നു ഇത്. ഇന്ന് അതെല്ലാം കാട് പിടിച്ച് ആളുകളുടെ ചൂരും മണവുമില്ലാത്ത ഒരു ഇടമായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ മുൻവശത്തുള്ള ഒരു മാവിൻ മരമുണ്ട്, ഒരു നാടൻ മാവാണ്. അതിൽ വലിയ മാങ്ങകൾ കായ്ക്കുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഇതിലൂടെയാണ്, ഈ കാണുന്ന അതിരിലൂടെയാണ് ഞങ്ങൾ 4 കിലോമീറ്റർ താണ്ടി സ്കൂളിലേക്ക് നടന്നു പോയിരുന്നത്. അന്ന് ഇവർ കാണാതെ ഞങ്ങൾ കുട്ടികൾ അതിൽ കല്ലെറിഞ്ഞ് ആ മാങ്ങ പറിക്കുന്ന ഒരു കാലമെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉമ്മറത്തെത്തുമ്പോൾ ഞാൻ പേടിയാണ് ഇവിടെ നിൽക്കാൻ. അദ്ദേഹം അന്ന് ഗ്രാമത്തിൽ ഒരേ ഒരു മനുഷ്യനാണ് ടൈ കെട്ടി അതുപോലെ തന്നെ ട്രൗസർ ഇട്ട് അതിൽ ഇന്ന് ചെയ്ത് ഡ്രസ് ഇൻ ചെയ്ത് നടന്നിരുന്ന ഒരേ ഒരു മനുഷ്യൻ ഈ ദുരൈപ് റൈറ്ററായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണിത്. കുട്ടിക്കാലത്തിൻ്റെ കഥ പറയുന്ന ഒരു കളിക്കളമാണിത്. ഇവിടെയാണ് ഞങ്ങൾ 40ഉം 50ഉം കുട്ടികളെല്ലാമുള്ള ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിരുന്ന ഇടമാണ്. ഇതിൻ്റെ മുമ്പ് ഇവിടെ തൊട്ടടുത്തൊരു ഒരു ഡാം നിങ്ങൾക്ക് കാണാൻ കഴിയും. പണ്ട് ഈ ഡാം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ വക്കിൽ നിറച്ച് മുൾച്ചെടികളായിരുന്നു. അന്ന് പന്തടിക്കുമ്പോൾ മുൾച്ചെടിയിൽ പോയി പൊട്ടി ഞങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് പന്തുകളുണ്ടാക്കി തട്ടിക്കളിച്ച ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇതിൻ്റെ മേൽഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏലക്കാടുകൾ കാണാം. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന മാവിൻ മരമുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ കരയലും ചിരികളുമെല്ലാം തന്നെ ഉയർന്ന ഒരു ഗ്രൗണ്ടാണിത്. ഞാൻ നമ്മുടെ പുസ്തകത്തിൽ ഒരു മൈമുട്ടിക്ക എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ സമകാലികനല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ എല്ലാം തന്നെ സമപ്രായക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് ആ കാണുന്ന ചെരുവിലൂടെ ഇറങ്ങി വരുമ്പോൾ ഫുട്ബോൾ കളി ഭ്രാന്തനായ ആ മനുഷ്യൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടികൾ ഒരു കല്ലെടുത്ത് ആ കല്ലിൽ കുറച്ച് പ്ലാസ്റ്റിക് കെട്ടി ഈ കാണുന്ന ഗ്രൗണ്ടിൻ്റെ നടുവിൽ വെക്കുകയും അദ്ദേഹം ഈ കാണുന്ന ഇടത്തിലൂടെ വന്ന് അതിൽ ആഞ്ഞടിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ നിലം പൊത്തി വീഴുകയും ചെയ്തു, മുഖം കുത്തി വീഴുകയും ചെയ്തു. അങ്ങനെ പലരും പേടിച്ച് ഇവിടുന്ന് ഓടിപ്പോയി. അങ്ങനത്തെ കുറേ കഥകളെല്ലാം തന്നെ ഈ മണ്ണ് നമ്മളോട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഡാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കാലത്ത് ഇവിടെ ഡാം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാലം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് മനോഹരമായ ഒരു ഡാം ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിച്ച് ഇതിൽ കുളിക്കുമായിരുന്നു. ഇതില്ലാത്ത സമയത്ത് ഇതിലൂടെ ഒഴുകിയിരുന്ന ഒരു ചെറിയ തോടുണ്ട്. ആ തോടിൽ നിന്നായിരുന്നു ഞങ്ങൾ കളി കഴിഞ്ഞ് കുളിച്ചിരുന്നത്. അത് ആ കാണുന്ന മാവിൽ ഇപ്പോഴും നല്ല ചക്കയുണ്ട്. നാടൻ പ്ലാവാണത്, വലിയ ചുളയുള്ള പ്ലാവാണ് ആ കാണുന്നത്. ഏതായാലും ഇവിടെ ധാരാളം ഓർമ്മകൾ, എൻ്റെ കുട്ടിക്കാലത്തെ, എൻ്റെ യുവത്വകാലത്തെ ധാരാളം ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു മഹാ ഇടമാണത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ കഥകൾ ഈ ഗ്രൗണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡാം പറയുന്നുണ്ട്, ഇതിനപ്പുറമുള്ള മാവുകൾ പറയുന്നുണ്ട്, ആ പ്ലാവിൻ മരങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ 100,000 നാവുകളിലൂടെ ഇന്നും എന്നോടും എൻ്റെ ആ പുസ്തകത്തിലൂടെ ലോകത്തോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കണ്ണുനീരിൻ്റെ കഥ പറയുന്ന പാടിമുറ്റമാണിത്. നമ്മുടെ പുസ്തകത്തിൽ ഒളിച്ചോട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഇത് ഒരു സഹോദരി, എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള, എന്നെ സ്നേഹിച്ച, എൻ്റെ കുടുംബത്തിൽ സ്നേഹിച്ച ഒരു അമ്മ താമസിച്ചിരുന്ന ഒരു വീടാണിത്. അവർക്കിവിടെ നല്ല മനോഹരമായ
ഒരു വളപ്പുണ്ടായിരുന്നു, തോട്ടമുണ്ടായിരുന്നു. ഇവിടെ നന്നായിട്ട് പപ്പായ അവർ കൃഷി ചെയ്യുമായിരുന്നു. അങ്ങനെ ധാരാളം സാധനങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു അവർ താമസിച്ചൊരു വീടാണിത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീട് ഇവിടുത്തെ പൂജാരിയെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പൂജാരി താമസിച്ച വീടാണ്, പിന്നെ പാടിമുറിയാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് ഒളിച്ചോട്ടത്തിലെ കഥാനായകൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇവർ സ്നേഹത്തിലായിരുന്നു, പ്രേമത്തിലായിരുന്നു. ഗ്രാമവാസികൾക്ക് ആർക്കും ആ പ്രേമത്തെക്കുറിച്ചോ അവരുടെ സ്നേഹത്തെക്കുറിച്ചോ അറിയില്ലായിരുന്നു. ഒരു പ്രഭാതത്തിൽ എല്ലാവരും ഗ്രാമം വിട്ടു പോയതിന് ശേഷം എല്ലാവരും ജോലിക്ക് പോവുകയും കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോവുകയും ചെയ്തതിന് ശേഷം മസ്തറിൽ പോയി അദ്ദേഹം തിരിച്ചു വന്ന് തൻ്റെ പ്രേമഭാജനമായ തൻ്റെ കൂട്ടുകാരിയോടൊത്ത് അദ്ദേഹം ഈ കാണുന്ന വീടിലെ അടുക്കളയിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് അവരുടെ അച്ഛൻ അന്ന് എസ്റ്റേറ്റിലെ കാലിക്കാരനായിരുന്നു. ഇവിടുത്തെ ആടുമാടുകളെല്ലാം തന്നെ കൊണ്ടുപോയി മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഉച്ചയോടുകൂടിയാണ് രാവിലെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക. പക്ഷേ അന്ന് എന്തോ കാരണത്താൽ അദ്ദേഹം നേരത്തെ തന്നെ തിരിച്ചു വന്നു. അദ്ദേഹം ആ രംഗം കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് അദ്ദേഹത്തെ ആഞ്ഞുവെട്ടി. പക്ഷേ അദ്ദേഹം ധരിച്ചിരുന്ന റെയിൻകോട്ടിലാണ് അത് തട്ടിയത്. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അങ്ങനെ ഇരുവരും ഒളിച്ചോടിയ ആദ്യ കഥ തുടങ്ങുന്നത് ഈ പാടിമുറ്റത്ത് നിന്നാണ്, ഈ പാടിമുറിയിൽ നിന്നാണ്. അപ്പോൾ ദുഃഖത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ കഥ പറയുന്ന ഒരു ഇടം കൂടിയാണ്. ഒരമ്മയുടെ കണ്ണുനീർ വീണ ഒരു വീടാണിത്. ഇവിടെ മറ്റൊരു ഒളിച്ചോട്ടത്തിൻ്റെ ഒരു കഥ കൂടി തൊട്ടപ്പുറത്തുള്ള ഒരു വീട് പറയുന്നുണ്ട്. ഒരാളുടെ ഭാര്യയുമായി പിന്നെ മറ്റൊരാൾ ഇവിടെ തന്നെ താമസിച്ച ഒരാൾ ഓടിപ്പോകുന്നു. അതിനുശേഷം ആ ഒളിച്ചോടിയ സ്ത്രീയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായമുള്ള മറ്റൊരു കുട്ടിയെ കൊണ്ട് ഇവിടെ നിന്ന് അദ്ദേഹം അതിനുശേഷം മുകളിലേക്ക് പോകുകയും അവിടെ വെച്ചുകൊണ്ട് ആ കുഞ്ഞുമായി അദ്ദേഹം ഒളിച്ചോടുകയും ചെയ്ത മറ്റൊരു ദുരന്ത കഥ കൂടി ഈ പാടിമുറ്റത്തിന് പറയാനുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ ആ കഥ സ്മരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, വളരെ വൈകാരികമായിട്ടാണ് ഞാൻ ഇപ്പോഴിവിടെ നിൽക്കുന്നത്. എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ ഒരു പാടിയുണ്ടല്ലോ, നമ്മുടെ പുസ്തകത്തിൽ പാടി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ പാടിമുറിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ ബാല്യവും യുവത്വവും എല്ലാം ചെലവഴിച്ച ഒരു ഉമ്മറവും ഒരു പാടിമുറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ എൻ്റെ തൊട്ടടുത്ത അയൽവാസി കൃഷ്ണേട്ടനായിരുന്നു. അതിൻ്റെ അപ്പുറം ഞാൻ പുസ്തകത്തിൽ തന്നെ പരാമർശിച്ചതുപോലെ എൻ്റെ പെറ്റമ്മ, എൻ്റെ ഉമ്മയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി എൻ്റെ ഉപ്പ കല്യാണം കഴിച്ച എൻ്റെ ഉപ്പയുടെ രണ്ടാമത്തെ ഭാര്യ പെറ്റമ്മ കദിയക്കുട്ടി എന്ന് പേരുള്ള, ഞങ്ങൾ പെറ്റമ്മ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന എൻ്റെ ഉമ്മ താമസിച്ച പാടിമുറിയാണ് അതിൻ്റെ അപ്പുറം. അതിന് തൊട്ടപ്പുറത്ത് എൻ്റെ എളാമ. ഞാൻ നമ്മുടെ പുസ്തകത്തിൽ ഗൾഫുകാരെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഗ്രാമത്തെ അത്തറ് മണപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അഥവാ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിനെ കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്. അവർ താമസിച്ചിരുന്ന ഇടമാണ്. അതിൻ്റെ അപ്പുറമുള്ള റൂമിൽ താമസിച്ചിരുന്നത് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ തോട്ടം സ്വന്തമായിട്ട് കൃഷികൾ നടത്തി അതിൽ നിന്ന് വരുമാനം നേടിയെടുത്തിരുന്നൊരു വ്യക്തി താമസിച്ചിരുന്ന പിന്നെ വീടാണ് അതിൻ്റെ അവസാനമുള്ളത്. അണ്ടിക്കാടൻ ഹംസാക്ക എന്ന് വിളിച്ചിരുന്ന മനുഷ്യനായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീവിത്താത്ത, അവരുടെ 4-5 മക്കളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും നന്നായിട്ട് പിന്നെ തോട്ടം സ്വന്തമായിട്ട് കൃഷികൾ നടത്തി ഇവിടെ വിളവെടുപ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തി. ഏതായാലും ഇതിന് താഴെ നമ്മുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പോലെ കൈപ്പത്തി ഇല്ലാത്ത, ജന്മനാൽ തന്നെ കൈപ്പത്തിയില്ലാത്ത എൻ്റെ സുഹൃത്ത് അഷ്റഫാണ് ഈ പിന്നെ നാമാവശേഷമായ ഈ ആദ്യ പാടിയിൽ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് മോഹൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാടിയിൽ താമസിച്ചിരുന്നു. അവിടെ തന്നെ നമ്മുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന എൻ്റെ പിതൃതുല്യനായ, എനിക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വഴിയിൽ എന്നെ കൈയഴിഞ്ഞ് സഹായിച്ച ഒരു മഹാമനുഷ്യൻ താമസിച്ച ഒരിടമായിരുന്നു. അങ്ങനെ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പരാമർശിക്കുന്ന വേലായുധേട്ടൻ താമസിച്ചിരുന്നത്. അദ്ദേഹം രാത്രി നേരങ്ങളിൽ ഇവിടെ ഈ കാണുന്ന ഈ പാറയുടെ മുകളിൽ വന്നുകൊണ്ടാണ് രാത്രി പ്രഭാഷണം നടത്തിയിരുന്നത്. ഏതായാലും ഇവിടെ ഇതെല്ലാം പറയുമ്പോൾ
ഹൃദയം വിങ്ങുന്നുണ്ട്, കുറേ ഓർമ്മകൾ കടന്നു പോകുന്നുണ്ട്. ഇനി കുറച്ചുകൂടി മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ പാടിയാണ്, മുസ്തഫ താമസിച്ചൊരു പാടിയാണ്. ആദ്യ പാടിയിലായിരുന്നു അവർ ആദ്യക്ക് താമസിച്ചിരുന്നത്. അതിൻ്റെ അപ്പുറം എൻ്റെ സുഹൃത്ത് മൊയ്തീന് അവരുടെ കുടുംബം താമസിച്ചിരുന്നു. അതിൻ്റെ അപ്പുറം നമ്മുടെ പുസ്തകത്തിൽ തന്നെ പരാമർശിക്കുന്ന ലീലച്ചേച്ചി താമസിച്ച ഒരിടമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആത്മഹത്യ ഇവിടെ വെച്ചാണ് ഞാൻ കണ്ടത്. അവരുടെ അമ്മ ഈ പാടി മുറിയിൽ വെച്ച്, ഏകദേശം ഒരു 80 വയസ്സ് പ്രായമുള്ള അമ്മ ഈ പാടി മുറിയിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ ആത്മഹത്യയുമാണ്. അവർ 10 മണിക്ക് ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു അന്നും. അതിൻ്റെ മുകളിൽ വന്നിരിക്കുകയും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവരെ വിളിച്ചു കൊണ്ടുപോയിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുകയും അവരെ അവരുടെ സങ്കടത്തിൽ അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. അതിൻ്റെ അപ്പുറത്ത് ഈ പാടിപ്പണി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇതിലെ അവസാനത്തെ 4ാമത്തെ പാടിമുറിയിലാണ്. അവിടെ വെച്ചാണ് ഒരു പ്രഭാതത്തിൽ എനിക്ക് 5 വയസ്സുണ്ടാകുമ്പോൾ എൻ്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറയുന്നത്. ഇവിടെ ഈ പാടിപ്പണി നടക്കാൻ വേണ്ടിയിട്ട് അന്ന് മണൽ കൊണ്ടുവന്നിട്ടിരുന്നു. ആ മണലിൽ കൈതിരികി കളിവീട് കളിക്കുന്ന രംഗം ഈ പുസ്തകത്തിൽ ഞാൻ പരാമർശിക്കുന്നുണ്ട്. എൻ്റെ ഉപ്പയുടെ ഭൗതിക ശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ബാബുവിൻ്റെ ജ്യേഷ്ഠത്തി എന്നെ എടുത്തു കൊണ്ടുപോകുകയും എൻ്റെ ഉപ്പയുടെ ജനാസയോടൊപ്പം നമ്മൾ നടന്നു വന്ന ആ വഴിയിലൂടെ കുറേ ദൂരം എന്നെ കൊണ്ട് നടന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രഭാതത്തിൽ എൻ്റെ ഉമ്മ കരഞ്ഞ, എൻ്റെ ഉമ്മ വേദനിച്ചിരുന്ന, നിഴൽ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട ഒരു പ്രഭാതം ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ദുഃഖങ്ങളുടെ അതുപോലെ തന്നെ സന്തോഷങ്ങളുടെയും എല്ലാം തന്നെ ധാരാളം 100,000 കഥകൾ പറയുന്ന ഒരു ഭൂമിയാണിത്. ഇന്ന് ആരുമില്ലാതെ, ആളുകളില്ലാതെ, കുട്ടികളുടെ ചിരികളില്ലാതെ, എൻ്റെ സുഹൃത്തുക്കളായിരുന്ന പെൺകുട്ടികളുടെ കൈവള ഒച്ചകളില്ലാതെ ഇന്ന് ഇതെല്ലാം ശൂന്യമായി പോയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ചായ മണക്കുന്ന എൻ്റെ ഗ്രാമത്തിലെ വണ്ടർമയമാക്ക ചായക്കട നടത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. ഇന്നത് ഈ എസ്റ്റേറ്റ് എടുത്ത വ്യക്തി അതെല്ലാം തന്നെ പുനർനിർമ്മിച്ച് വീണ്ടും അത് മനോഹരമാക്കിയിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ മറ്റു പാടികളെല്ലാം തന്നെ നശിച്ചു പോയതുപോലെ ഇതും ഇടിഞ്ഞ് പൊളിഞ്ഞു പോയിരുന്നു. ഇന്നത് വീണ്ടും പുനഃക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഒരു കാലത്ത് രാഷ്ട്രീയ ചർച്ചകൾ പ്രഭാതത്തിൽ പൊടി പൊടിച്ചിരുന്നത്. ഈ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർ അതിരാവിലെ ഈ കടയിലെത്തും. കട എന്ന് പറയാൻ പറ്റില്ല, അവരുടെ താമസവും ഇവിടെ തന്നെ ആയിരുന്നു. അത് അവരുടെ ചായക്കട കൂടിയായിരുന്നു. അവരിവിടെ വന്ന് അവരുടെ രാഷ്ട്രീയ ചർച്ചകൾ ഒരു 9 മണി വരെ നടത്തും. ചില ആളുകൾ 8 മണിക്ക് തന്നെ തോട്ടങ്ങളിലേക്ക് ജോലിക്ക് പോവേണ്ടവർ 8 മണിയോടുകൂടി ഇവിടുന്ന് പിരിഞ്ഞു പോകും. അങ്ങനെ സജീവ ചർച്ചകൾ നടന്നിരുന്ന, ഒരു ജനതയുടെ വിചാരങ്ങൾ പങ്കുവച്ചിരുന്ന, അവരുടെ ചിന്തകൾ പരസ്പരം കൈമാറിയിരുന്ന രാഷ്ട്രീയ വാഗ്വാദങ്ങളെല്ലാം നന്നായി നടന്നിരുന്ന ഒരു പാടിയാണിത്. ഇതിന് ധാരാളം കഥകൾ ഇതുപോലെ പറയാനുണ്ട്. ഇറങ്ങിയ പാടി ജീവിതം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന ആവിൻ മരങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഈ പ്രദേശത്താണ് തുടങ്ങുന്നത്. ഇവിടെ ചന്ദനത്തിരിയുടെ ഗന്ധമുള്ള ചക്കകളുണ്ട്. കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല നെയ്ച്ചോറിൻ്റെ മണമുള്ള ചക്കയുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഈ പറഞ്ഞ പ്ലാവിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ വിക്കിപ്പഴങ്ങളുണ്ട്. അങ്ങനെ ധാരാളം പഴങ്ങളും അതുപോലെ തന്നെ കായ്ക്കനികളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണിത്. ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോഴേ 2 ഭാഗങ്ങളായിട്ടാണ് ഈ ഗ്രാമം വേർതിരിഞ്ഞു നിൽക്കുന്നത്. ഒരു ഭാഗം തേയിലത്തോട്ടാണ്, മറ്റൊരു ഭാഗം ഏലക്കാടുകളാണ്, ഏലത്തോട്ടങ്ങളാണ്. ഈ ഏലത്തോട്ടത്തിലാണ് എൻ്റെ ഉമ്മയടക്കം, എൻ്റെ സഹോദരിമാരടക്കം, അതുപോലെ തന്നെ എൻ്റെ ഗ്രാമത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ കുറേ കാലം ജീവിക്കുകയും തൊഴിൽ ചെയ്യുകയും ചെയ്ത മനോഹരമായ
ഒരു മലഞ്ചെരുവാണിത്. ഇത് കണ്ടോ, ഇതുപോലെയുള്ള മാവിൻ മരങ്ങളെ കുറിച്ച് നമ്മുടെ ഈ പുസ്തകത്തിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. തത്തമ്മച്ചുണ്ടൻ മാവിന്റെ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോമാങ്ങയെക്കുറിച്ചുള്ള കഥ പറയുന്നുണ്ട്. അതുപോലെ ഉള്ളു ചുവപ്പുള്ള നല്ല മധുരമുള്ള മാവിനെ കുറിച്ചുള്ള കഥയുണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് മാങ്ങ നൽകാൻ മടിച്ചു നിൽക്കുന്ന ഒരു മാവിനെ കുറിച്ചും നമ്മൾ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിരാവിലെ മഴക്കാലത്ത്, പേമാരിക്കാലത്ത് കുഞ്ഞുങ്ങള് ഇതിന്റെ അരികിലൂടെ പോകുന്ന ഈ തോട് കടന്നാണ് ഇങ്ങോട്ട് വരിക. പലരും നേരത്തെ എത്തും, എത്താത്തവർക്ക് ഇതുപോലെയുള്ള മാങ്ങ കിട്ടില്ല. കിട്ടിയവരെ നോക്കിക്കൊണ്ട് അസൂയപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി തത്തമ്മച്ചുണ്ടൻ മാവിൻ ചുവട്ടിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച മാങ്ങ തേടിക്കൊണ്ട് അവരുടെ ഓട്ടവുമെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ നമ്മൾ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ പരാമർശിച്ച മസ്റ്റർ ഒരു കാലത്ത് നിന്നിരുന്ന ഇടമാണിത്. ഇവിടെ മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഇടമായിരുന്നു. ഇവിടെ വന്നിട്ടാണ് എൻ്റെ ഈ ഗ്രാമത്തിലെ പ്രിയപ്പെട്ട തൊഴിലാളികൾ അവരുടെ ദിനവേതനം വാങ്ങിയിരുന്നത്. ആഴ്ചയിൽ കിട്ടുന്ന 60 രൂപയും മാസത്തിൽ അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനമെല്ലാം ഇവിടെ വന്നിട്ടാണ് അവർ വാങ്ങിപ്പോയിരുന്നത്. ഇതിന് നേരെ താഴെയാണ് കോമാങ്ങ മരം കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാണ് കുട്ടികൾ മഴക്കാലത്ത് ആ താഴ്ഭാഗത്തിലൂടെ ഒഴുകുന്ന ആ പുഴ കടന്ന് ഈ മാവിൻ ചുവട്ടിൽ അതിപ്രഭാതത്തിൽ എത്തും. ഇതിന് തൊട്ടു താഴെ ഈ കാണുന്ന ഒരു വലിയ മാവിൻ മരമുണ്ട്. അത് ഇത്രയും മരങ്ങൾക്കിടയിൽ നമുക്ക് വേർതിരിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അവിടെയാണ് ആ തത്തമ്മച്ചുണ്ടൻ മാവ് നിൽക്കുന്നത്. പിന്നെ എന്റെ ഗ്രൗണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഗ്രൗണ്ട്, എത്രയോ കുട്ടികൾ കളിച്ച് ഉല്ലസിച്ച് ജീവിച്ച ഒരു ഗ്രൗണ്ട് ആ താഴ്ഭാഗത്തുണ്ട്. ഇന്നത് നാമാവിശേഷമായി പോയിട്ടുണ്ട്. എങ്കിലും അതിന് തൊട്ട് അരികിലായിട്ടാണ് ഉള്ള് ചുവപ്പുള്ള നല്ല മധുരമുള്ള മാവിൻ മരമുള്ളത്. ഇതെല്ലാം തന്നെ ഒരു കാലത്ത് വലിയൊരു സമൂഹം ജീവിച്ചു തീർത്ത അവരുടെ കാലത്തിന്റെ കഥ പറയുന്ന മനോഹരമായ പ്രദേശമാണ്. നിങ്ങൾക്കും ഇവിടെയെല്ലാം വന്ന് ആ പുസ്തകത്തിൽ പരാമർശിച്ച കഥാപാത്രങ്ങളെ, മരങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ, ഇടങ്ങളാവട്ടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. ഇന്നും അത് അതിന്റെ ചെറിയ രൂപത്തിൽ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. തറകളായിട്ടും അതുപോലെ തന്നെ മരങ്ങൾ അതിന്റെ പൂർണ്ണ രൂപത്തിലായിട്ടും പുഴകളും അതുപോലെ തന്നെ ഗ്രൗണ്ട് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം അടയാളങ്ങൾ ഇന്നും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്.